ഹായ് ഫ്രണ്ട്സ്, പോട്ടഡ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോട്ട് സെറ്റ് ചെയ്യുന്നത് പെറ്റൂണിയ ഫ്ലവറിങ് പ്ലാന്റ് വെച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പെറ്റൂണിയ ഫ്ലവേഴ്സ് നല്ല ഇഷ്ടമാണ്, പക്ഷെ പെട്ടെന്ന് കേടായി പോകുന്നതിൻ്റെ പേരിൽ ഇത് ഞാൻ വാങ്ങാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് എനിക്ക് നമ്മുടെ നാടൻ പെറ്റൂണിയായിട്ട് കിട്ടിയതിൻ്റെ പേരിൽ ഒരു 3 കളറായിട്ട് ഞാൻ വാങ്ങിയതാണ്. ഹൈബ്രിഡ് പെറ്റൂണിയ കാണുമ്പോൾ നല്ല കൊതി തോന്നിയിട്ട് വാങ്ങും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതൊന്ന് റീപ്പോർട്ട് ചെയ്ത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കൊക്കെ കേടായി പോവുകയും ചെയ്യും. അതിൻ്റെ പേരിൽ ഇത് വാങ്ങാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ എനിക്ക് നാടൻ പെറ്റൂണിയ കണ്ടപ്പോഴാണ് ഞാനത് വാങ്ങിയത്. അത് പെട്ടെന്ന് ഇങ്ങനെ നശിച്ചു പോകും. ഈ പ്ലാന്റിൻ്റെ പേര് നമ്മൾ സെൻറ്ററിൽ സെറ്റ് ചെയ്യണ ഈ പ്ലാന്റിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല. പക്ഷേ ഇങ്ങനെ ബട്ടർഫ്ലൈസ് നന്നായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റാണെന്ന് അറിയാം. ഈ പ്ലാന്റിൻ്റെ പേരറിയണവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ബട്ടർഫ്ലൈസ് വന്നിരിക്കുമ്പോൾ ഒപ്പം തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സും കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആണ് ഞാനിതിന് ചുറ്റായിട്ട് നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ്സും കൂടി അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ കളർ. ഇത് സാധാരണ നമ്മൾ എപ്പോഴും നാടൻ പെറ്റൂണിയയിൽ ഫസ്റ്റ് ടൈമിൽ ഈ ഒരു കളർ മാത്രമേ ഉണ്ടായിരുന്നത്, ഈ ഒരു പിങ്ക് കളറ്. പിന്നീടാണ് ഇങ്ങനെ ബാക്കിയുള്ള ഈ ഷെയ്ഡൊക്കെ വന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അത് വീഡിയോയിൽ ഇത്ര ഭംഗിയുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അത് നേരിട്ട് ഭയങ്കര ഭംഗിയുള്ള കളറാണ്. ഇതൊരെണ്ണം, ഇത് നല്ല ലൈറ്റ് പിങ്കായിട്ട് നല്ല ഭംഗിയുണ്ട്. 3 കളറും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗ്രോ ബാഗ് ഇങ്ങനെ നമ്മൾ മെല്ലെ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഗ്രോ ബാഗ് നമുക്ക് അത് കീറിക്കളയേണ്ടി വരില്ല. നമുക്കത് വീണ്ടും അടുത്ത എന്തെങ്കിലും പ്ലാന്റ്സൊക്കെ നട്ടുപിടിപ്പിക്കാൻ നല്ലതാണ്. ഇതുപോലെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റ്സും അങ്ങനെ പോകുന്നൊന്നും വരില്ല, എന്നാലും ഓൾമോസ്റ്റ് മിക്ക പ്ലാന്റ്സും അങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രോ ബാഗ് കീറി അടുത്ത എന്തെങ്കിലും പ്ലാന്റ്സ് നമുക്ക് നടാൻ വേണ്ടി എടുക്കാം. അങ്ങനെ നമ്മൾ ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് ഞാൻ പറയുന്നത്, എനിക്ക് അതിൻ്റെ പേരറിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ചുറ്റിലായിട്ട് നമ്മൾ ഈ 3 കളറ് പെറ്റൂണിയയും കൂടിയിട്ട് ഇതുപോലെ 3 സൈഡിലായിട്ട് ഇങ്ങനെ വെക്കണം. അത്യാവശ്യം വലിയൊരു പോട്ടായതിൻ്റെ പേരിൽ ഇതിന് ഹാങ് ചെയ്തിറങ്ങാനും, ഇത് കുറച്ച് ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹാങ് ചെയ്തിറങ്ങാനും കുറച്ച് നാൾ ഇതിൽ തന്നെ നമുക്ക് വെക്കാനും പറ്റും. പിന്നെ ഒപ്പം തന്നെ ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ വേര് പിടിപ്പിച്ച് വേറെ ചെടികൾ ഉണ്ടാക്കാൻ വേണം. അതല്ലെങ്കിൽ എപ്പോഴാണത് നശിച്ചു പോകണമെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മളത് ഇന്ന് പോണ ചെടികളാണ്. അങ്ങനെ നമ്മൾ 3 കളറും ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. പക്ഷേ ഇതിലിപ്പോൾ പൂക്കളൊക്കെ കുറച്ച് മുട്ടുകളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി വിരിഞ്ഞു വരുമ്പോഴാണ് ഇത് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കാണും. ഇപ്പോൾ അധികം അങ്ങോട്ട് പൂക്കളില്ല, എല്ലാത്തിലും 1, 2, 3 ഒക്കെ വെച്ചേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ഫുൾ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാനിതിൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ നമ്മൾ ഈ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴൊക്കെ പൂക്കളിലൊന്നും വെള്ളം തട്ടാതെ പതിയെ ഇങ്ങനെ സൈഡിൽ മണ്ണിലേക്ക് മാത്രമായിട്ട് പതുക്കെ വെള്ളമൊഴിച്ച് കൊടുക്കണം. ഇത്ര ഇങ്ങനെ കെയർ ചെയ്താൽ മാത്രമാണ് ഈ പ്ലാന്റും കുറച്ച് നാളെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.